എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ഒരു 1.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിരുന്നു. ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ആ വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ പഴയ വസ്ത്രങ്ങൾ വെറുതെ കളയരുത്, ആവശ്യക്കാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക്, കാണുക. ആ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ ഇന്നൊരു പുതിയൊരു സംരംഭം തുടങ്ങി. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിൽ ശ്രീ കരമന അജിത്ത്, മറ്റ് പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രീ ഉണ്ണി അവരുകളെ, ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീകുമാറാണ്. ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ സംഭവത്തെക്കുറിച്ച്, അതായത് വസ്ത്രക്കൂട് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ആദ്യം ഞാനൊന്ന് ചുരുക്കി പറയാം. അതായത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകളിലൊക്കെ, ഏതാണ്ട് മിഡിൽ ക്ലാസ് മുകളിലോട്ടുള്ളവരുടെ വീടുകളിലൊക്കെ നിരവധിയായ വസ്ത്രങ്ങൾ ഒരു തവണയോ 2 തവണയോ ഉപയോഗിച്ചതോ പാകമല്ലാത്തതോ ആയത് ഇങ്ങനെ അലമാരകളിൽ അടുക്കി വെച്ചിരിക്കുന്ന രീതിയുണ്ട്. അത് ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ആരും വന്ന് ചോദിക്കാറില്ല. അത് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കിട്ടുമോ എന്നും അറിയില്ല. പക്ഷേ വസ്ത്രമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഒരു വസ്തുതയാണ്, ആവശ്യത്തിന് വസ്ത്രമില്ലാത്തവർ. അതുകൊണ്ട് അത് അവരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു സംരംഭമാണിത്. ഞാൻ കരുതിയത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകൾക്ക് വരുമാനമുണ്ട്, എല്ലാവരും നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, ദാരിദ്ര്യം തീരെയില്ല എന്നൊക്കെ ആയിരുന്നു എൻ്റെ കുറച്ചു മുമ്പുള്ള ഒരു സങ്കല്പം. എന്നാൽ കഴിഞ്ഞ കൊറോണയുടെ കാലത്ത് എൻ്റെ ഭാര്യ ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ്. അവിടെ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വിളിക്കുമ്പോൾ, അന്ന് സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണ്, ലോക്ക്ഡൗൺ ആണല്ലോ. അപ്പോൾ ഓൺലൈനിൽ പങ്കെടുക്കാൻ പലരും പങ്കെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് തിരക്കുമ്പോൾ ഫോണിൻ്റെ കുറവാണെന്ന് പറഞ്ഞ് അവരുടെ വീടുകളിൽ പോയി അവർക്ക് ഫോൺ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി, അതുമല്ല സ്പോൺസർഷിപ്പ് വഴിയോ ഒക്കെ കൊടുക്കാൻ വേണ്ടി അവരുടെ വീടുകളിലേക്ക് പോയപ്പോൾ എന്നെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോയി ഒരു സഹായത്തിന്. അങ്ങനെ ഞാൻ കണ്ടപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്. ഭക്ഷണത്തിന് റേഷനും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും, വലിയ ബുദ്ധിമുട്ടുമല്ല. പക്ഷെ തുണി, വസ്ത്രം എന്ന് പറയുന്നത് അതുപോലെ പ്രധാനപ്പെട്ടതാണ്. പലർക്കും ആവശ്യത്തിന് വസ്ത്രങ്ങളില്ല. ഒരു ജോഡി വസ്ത്രം വാങ്ങണമെങ്കിൽ തീർച്ചയായും 1000 രൂപയെങ്കിലും ഇല്ലാതെ പറ്റില്ല. പലയിടത്തും ഗൃഹനാഥൻ കിടപ്പിലായിരിക്കും, അല്ലെങ്കിൽ മരിച്ചുപോയതായിരിക്കും, അല്ലെങ്കിൽ 2 പെൺകുട്ടികളും ഒക്കെ ആയിട്ട് ദാരിദ്ര്യവുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന, അവരാരോടും അഭിമാനം കാരണം പുറത്തു പറയില്ല. അങ്ങനെ ഒരു സാഹചര്യം നേരിട്ട് കണ്ടപ്പോഴാണ്, അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ നിന്ന് പലതും നേടിയാണ് നമ്മൾ ജീവിത വിജയം നേടുന്നത്. സമൂഹത്തിന് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. അത് എങ്ങനെ ചെയ്യാം എന്നുള്ള, ചെറിയ തോതിലാണെങ്കിലും എന്നുള്ള ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നത്. ആദ്യം തന്നെ എൻ്റെ വീടിനടുത്ത് വെള്ളായണി കായലിന്റെ കരയിൽ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുകയായിരുന്നു. അതുവഴി അത് ഒരുപാട് പേർ ഉപയോഗപ്പെടുത്തി. ഇത്തരത്തിലുള്ള നല്ല വൃത്തിയുള്ള തുണികൾ, എന്നാൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും തീരെ പഴകിയതല്ല, അങ്ങനെയുള്ള തുണികൾ അവിടെ കൊണ്ടുവച്ചാൽ ആളുകൾക്ക് സൗജന്യമായിട്ട് എടുക്കാം. പല ഇനത്തിൽ ഇവിടെ തന്നെ പുതപ്പും സാരികളൊക്കെ ഒരുപാട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലുള്ള ഒരു സംഭവമാണ് ഇത്. അത് നമ്മുടെ ഈ നഗരത്തിനടുത്ത് ഞാൻ വീണ്ടും പാറശാല ഒന്ന് തുടങ്ങി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ സുനിൽ വിക്രം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതങ്ങ് വൈറലായി. അതിൽ ഒരുപാട് പേര് എന്നെ വിളിച്ചു. അതിന്റെ കൂട്ടത്തിലാണ് ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ ഒരു സ്ഥല സൗകര്യം തരാമെന്ന് നമ്മുടെ കൗൺസിലർ എന്നെ അറിയിച്ചത്. അപ്പോൾ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇങ്ങനെ ഇവിടെ ഒരു സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹത്തിന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തോട് അങ്ങനെ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് സമ്മതിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ വസ്ത്രക്കൂടെന്ന സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട നമ്മുടെ കൗൺസിലർ ശ്രീ കരമന അജിത്തിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അല്ല, ഇത് തുറന്നു വയ്ക്കണം. ഉദ്ഘാടനം ചെയ്തിട്ട് തുറന്നോ. ബഹുമാനപ്പെട്ട വസ്ത്രക്കൂട് എന്ന ആശയത്തിൻ്റെ സ്ഥാപകനായ ശ്രീ ശ്രീകുമാർജി, മറ്റ് ഇവിടെ നിൽക്കുന്ന എൻ്റെ ഗുരുജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വസ്ത്രക്കൂട് എന്ന ആശയം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ്. തിരുവനന്തപുരം നഗരത്തിൽ 100 വാർഡുകളിലുള്ളതിൽ വസ്ത്രക്കൂട് എന്ന ആശയം ഇന്ന് ഇവിടെ ഉടലെടുക്കുകയാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതിൻ്റെ ആശയത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും നമ്മുടെ ശ്രീകുമാർ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും നല്ലൊരു ആശയമാണ്. നമ്മളൊക്കെ ടെക്സ്റ്റൈൽസുകൾ, തുണി വാങ്ങിക്കുവാൻ പോകുന്നവരാണ്. പോകുന്ന സമയത്ത് വാങ്ങുകയും ആ വാങ്ങിയ സാധനങ്ങൾ ചിലപ്പോൾ കളർ നമുക്ക് ഇഷ്ടപ്പെടില്ല, വീട്ടിൽ വന്ന് ധരിച്ചതിന് ശേഷം കളർ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അത് വീട്ടിൽ വരുന്ന സമയത്ത് അത് ഇടുന്ന സമയത്ത് അതൊന്ന് ലൂസായോ അല്ലെങ്കിൽ ടൈറ്റായോ പോകുന്ന സാഹചര്യം ഉണ്ടാകാം.
പക്ഷേ ഇട്ടതിന് ശേഷം പുറത്തിറങ്ങുന്ന സമയത്ത് അത് ഭംഗി അല്ലാത്തതാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം. അങ്ങനെ 1-2 ദിവസം ഉപയോഗിക്കുന്നതുമായ അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് യോജിച്ച അല്ലാത്തതെന്നും നമുക്ക് ബോധ്യപ്പെടുകയും മറ്റുള്ളവർ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇത് കളയാൻ മനസ്സില്ലാതെ അലമാരയിൽ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം പൊതുവെ നമ്മുടെ ജനങ്ങളിലുണ്ട്. അത്തരം വസ്ത്രങ്ങൾ കൊണ്ട് കളയാൻ നമുക്ക് മനസ്സനുവദിക്കുന്നില്ല. നൂറുകണക്കിന് രൂപ മുടക്കി എടുത്ത സാധനമായതുകൊണ്ട് കണ്ട് കളയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഈ പറയുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഉപയോഗിച്ചതിന് ശേഷം അലമാരയിൽ സൂക്ഷിക്കുന്ന ഇത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അന്നവും അതുപോലെ തന്നെ വസ്ത്രവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റുക എന്നുള്ളത് നൂറുകണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തേണ്ട സാഹചര്യം സംജാതമാകുന്നത് കൊണ്ട് അത്തരം ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ, വീട്ടിൽ വച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, അലമാരയിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, ഉപയോഗിക്കുവാൻ യോഗ്യമായിട്ടുള്ള വസ്തുക്കൾ, മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന വസ്ത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ട് സൂക്ഷിക്കുവാൻ സാധിക്കും. ഇവിടെ കൊണ്ട് നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിക്കുന്ന നല്ല അടുക്കി എടുത്ത് വയ്ക്കുന്നതോടൊപ്പം തന്നെ ഇത് ആർക്കും ഏത് സമയവും വന്ന് എടുക്കാം. ഇത് ആവശ്യത്തിന് മാത്രം എടുക്കുവാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നെടുങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വീട്ടുജോലിക്ക് പോകുന്നവരാണ്. ഈ 1-2 ദിവസം ഉപയോഗിച്ച സാധനങ്ങളാവുമ്പോൾ അവർക്കത് ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ തരത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ വസ്ത്രക്കൂട് എന്ന ഈ ആശയത്തിന് രൂപം കൊടുത്ത ശ്രീ ശ്രീകുമാർജിയെ ഞാൻ ഈ അവസരത്തിൽ 1000 നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇത് നമ്മുടെ നാട്ടിലെ ആർക്കും ഒരു ജാതിയോ രാഷ്ട്രീയമോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ തന്നെ ആർക്കും ഏത് സമയവും വന്ന് അവർക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുക്കുകയും അത് എടുത്തതിന് ശേഷം അതുപോലെ മറ്റു വേണ്ടാത്ത സാധനം അടുക്കി അതിൽ തന്നെ വയ്ക്കുകയും ചെയ്യുക. മറ്റുള്ള ഇങ്ങനെ അലമാരയിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ അവർക്ക് തന്നെ കൊണ്ടുവയ്ക്കുവാനുള്ള സൗകര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ആശയം ഈ നാടിന് ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി വസ്ത്രക്കൂട് എന്ന നമ്മുടെ ഈ ആശയം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.